എല്ലാവർക്കും വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സു ഫ്രം സോ. ഇത് കന്നഡയിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അവരതിന്റെ മലയാളം ഡബ് ചെയ്ത് ഇറക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ സിനിമ ഞാൻ കണ്ടുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കഥാ സാഹചര്യങ്ങളുണ്ട്. കാരണം ഒന്നാമത് ഇത് കോസ്റ്റൽ ഏരിയയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഈ തുളുനാട് ഭാഗങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് തുളു ഭാഷയും നമ്മുടെ ഭാഷയായിട്ട് തന്നെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിന്റെ ട്രെയിലർ കാണാൻ. ഇനിയിപ്പൊ അതെന്താ മറ്റേ ഇൻഗോസ്റ്റ് ഹൗസിന്റെ പോലെയാണോന്ന് അറിയില്ല. പ്രേതം ഉണ്ട് എന്ന് വിചാരിക്കും, പക്ഷെ പ്രേതം ഉണ്ടാവില്ല. അതായത് ഈ മാമനോട് പറയുമ്പോഴേ മാമ പറയൂന്ന് പറയുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ റിവൈൻഡ് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞേ മാമ പറ. കേരളത്തിലെ തെക്കൻ സംസ്ഥാന ഭാഗങ്ങളിലേക്ക് കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പ്രയോഗമാണ്. നമുക്ക് വടക്കൻ മലബാറിൽ അത് പ്രശ്നമല്ല. കാസർഗോഡില് പറ തന്നെ പറയല്. അതാ നീ പറ. കോഴിക്കോട് മാത്രമേ ആ വാക്കിന് ഇങ്ങനെ ഒരു അർത്ഥമുള്ളൂ, നോർമൽ അർത്ഥമുള്ളൂ. അല്ലാതെ ഞങ്ങളും വരി പോയി പറയും എന്നൊക്കെ തന്നെ പറയല്ലോ. പക്ഷെ അത് സൗത്തിലേക്ക് പോകുമ്പോ അത് മാറ്റമുണ്ട്. കോഴിക്കോട് ചിലപ്പോ ഇങ്ങനെ മറ്റേ പപ്പു പറയുന്നില്ല പറയെന്ന് അറിയൂ. അവിടെ എന്താ അറിയോ, നമുക്ക് കോഴിക്കോട് കയറുമ്പോ ഒരു യാ കേറുന്ന സാധനം എല്ലാത്തിലും. നമുക്ക് നമ്മളങ്ങനല്ല, നമ്മൾ സ്ട്രേറ്റ് പറയും. പറയിനെ പറ്റി നിർത്തിയത് സിനിമയെ പറ്റി. സോറി അല്ല, ഈ പടം കന്നഡയിൽ കണ്ട ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിപ്രായം പറയാൻ പാടില്ല. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് നിങ്ങളിൽ നിന്ന് എടുക്കണം. അതിന്റെ ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ആദ്യമായിട്ടാണ് ഞാൻ സൂപ്പർ സ്റ്റാറിന്റെ ഇവിടുത്തെ സ്റ്റാർസിന്റെ സിനിമ അല്ലാതെ ഇന്ന് രാവിലെ 6 മണിക്ക് ഷോ ഇട്ടിരിക്കുന്നത്. 6 മണി 7:30 ഫുൾ ഗ്രേഡ് ഔട്ട്. ഈ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ഓറഞ്ച് കൂടിയല്ല, ടിക്കറ്റ് ഇല്ല എന്നത്തെ. ഇത് ആഗസ്റ്റ് 1-നല്ലേ ഇവിടെ കന്നഡയിൽ 25-ാം തീയതി ഇറങ്ങി. ഇതിപ്പം 2ാമത്തെ ദിവസമായിട്ടുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ സിനിമയാ, പക്ഷെ ടിക്കറ്റ് കിട്ടാനില്ല. ഭയങ്കര സൂപ്പർ ഹിറ്റ്. മലയാളം റിലീസ് ഓഗസ്റ്റ് 1-ന്. എന്താ അല്ല, എനിക്ക് തോന്നുന്ന ട്രെയിലർ കണ്ടിട്ട് നമ്മൾ സ്ഥിരം ഇപ്പൊ കൊറേ കന്നഡ സിനിമകൾ മലയാളത്തിലേക്ക് വരുമ്പോ നമുക്ക് ശരിക്കും എടുത്തു പറയപ്പെടാവുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ KGF ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാം നമ്മൾ വേറൊരു കാറ്റഗറി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളവിടെ കഴിഞ്ഞു പോയൊരു സാധനം ഇപ്പോഴായിരിക്കും അവിടെ റൺ ചെയ്യുന്നത്, പ്രത്യേകിച്ച് കോമഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രെയിലർ എന്താ പറയാ, കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു സിനിമയുടെ ട്രെയിലർ ഫ്രഷ് അടിക്കുന്നുണ്ട്. അതുണ്ട്. പിന്നെ മാത്രമല്ല, ഈ സ്ഥിരം ഇപ്പൊ കന്നഡ മൂവീസ് നമ്മൾ ചിലത് കണ്ടു നോക്കി അറിയാം, അവരിപ്പോഴും എന്താ പറയാ പഴയ റൂട്ടിൽ ഓടിക്കൂടി അടി വെട്ട് കുത്ത് ചോര. അതെ, അതും തന്നെ മാസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ ഓവർ മാസം എന്നായിരിക്കും. ഒരു ലോജിക്ക് ഇപ്പൊ ഫൈറ്റിലൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും. അല്ല, എന്താന്ന് പറയാ, കുറെ പേര് മാറിയിട്ടുണ്ട്, കുറെ നല്ല സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീം കൈയടക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേകതരം ടെംപ്ലേറ്റ് ആണ്. അതൊന്ന് മാറിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. കാണാനുണ്ട്. അതിപ്പോ നമ്മൾക്കൊന്നും വേണ്ട, തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള പടങ്ങളൊക്കെ. അഖിലെ, എന്റെ മനസ്സിൽ ഞാൻ പറയാൻ വരുന്ന പോയിന്റ് അത് തിങ്കളാഴ്ച ചിത്രത്തിനെ പറ്റിയിട്ട് സത്യമായിട്ട് ഇത് കറക്റ്റടാ. ഞാൻ ഇത് മലപ്പുറത്ത് അല്ലാതെ അതെല്ലാരും പറഞ്ഞുകൂടാ, അത് അങ്ങനത്തെ ഒരു പടമായിരുന്നു. ആ ഒരു ടെംപ്ലേറ്റ്, ആ ഒരു പശ്ചാത്തലം. അതെ അതെ അതെ. ഇത് എന്താ വെച്ചാൽ ഇത് മംഗലാപുരം ആ റീജിയനിലാണ് തോന്നുന്നുണ്ട്, തുളുനാട് ആ ഭാഗം. സ്ഥിരം ഇവരുടെ കർണാടക, ബാംഗ്ലൂർ ആ സൈഡിലേക്കൊക്കെ ഒന്നുള്ള ടൈപ്പ് ഓഫ് ഒരു റീജിയണൽ ഡിഫറൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. അതിന്റെ ഒരു ഡിഫറൻസ്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മൂവീസ് വെച്ചിട്ടും സ്ഥിരം രീതി വെച്ചിട്ടും ചിലപ്പോൾ ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടും കുറച്ചുകൂടി ഒരു എന്റർടൈനിങ് ആയിട്ട് ഇപ്പൊ നമ്മളിവിടെ അത്യാവശ്യം ഒരു ഓളമായിട്ട് എടുക്കുന്ന ഒരു പടത്തിന്റെ ശൈലിയിലേക്ക് അത് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല, ഈ പറഞ്ഞ അനുസരിച്ച് കന്നഡയിൽ ഇപ്പൊ 25th റിലീസ് ചെയ്തെന്നല്ലേ, അത് അത്യാവശ്യം അവിടെ നല്ല റണ്ണിങ് ഓടുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഒരു സ്ഥിരം ശൈലിക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്കിത് കാണുമ്പോൾ സ്ഥിരം കന്നഡ എന്ന് തോന്നുന്നതെന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഒരു അസ്ക്യതകൾ ഉണ്ട്, ഒരു പോരായ്മകളുണ്ട്. അതൊന്നും കുറെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇത് സംഭവം ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ സ്ഥിരമായിട്ട് കന്നഡ ട്രെയിലറോ ഫിലിംസോ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. ഈ പറഞ്ഞ പോലെ വൺസ് ഇൻ എ പോലെ ഒരു KGF അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് മനസ്സിലായതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു കാരിക്കേച്ചർ സ്വഭാവം ഉണ്ട്. ഒരു എന്താ പറയാ, ഇപ്പൊ നർമ്മത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഹൊറർ പറഞ്ഞ
പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഡബിങ് ആയാലും അതൊക്കെ അങ്ങനെ ഒരു ഈ ട്രെയിലറിൽ കുറച്ചും കൂടി ആധികാരികമായിട്ട് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അർഹൻ വിഘ്നേഷ് ആണ്. കാരണം വിഘ്നേഷ് ഇസ് ഫ്രം തുളുനാട്. തുളുനാടിനെ നന്നായി അറിയുന്ന വിഘ്നേഷിന് എന്താ അതില് പറയാനുള്ളത്? തുളുനാട്ടിൽ നിന്നും അങ്കക്കാരി പഠിച്ച ഡയലോഗ് ഉണ്ടല്ലോ, നമ്മളെ ഭൂമിയിലെ രാജാക്കന്മാരെന്ന് പറഞ്ഞില്ല, അതേപോലെ വിഘ്നേഷിനെ ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് മെയിൻ ആയിട്ട് ഈ ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഞാൻ ഇത് കന്നഡയിൽ തന്നെ പോയി കാണും, ഒറിജിനൽ ലാംഗ്വേജിൽ. പിന്നെ ഇതൊരു സിറ്റുവേഷണൽ കോമഡി ആയിരിക്കും അല്ലെ? ആദിത്യ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്. ഞാനൊന്നും പറയില്ല, അത് വളരെ മോശമായി ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആക്ച്വലി ഇതില് സിറ്റുവേഷണൽ കോമഡി എനിക്ക് തോന്നുന്നു മോസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഉണ്ട് എല്ലാം, ഇൻക്ലൂഡിങ് അവൻ ആ ട്രെയിലറിൽ ആ മറ്റേ എന്താ ചിപ്സ് ഇല്ലേ വിരലിട്ട് കഴിക്കുന്നത്. ഇവിടെ യൂഷ്വലി ഈ മാംഗ്ലൂർ ഭാഗത്തൊക്കെ പോയി കണ്ടാല് ബസ് സ്റ്റോപ്പിലൊക്കെ ആൾക്കാര് കറക്റ്റ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന കാണാം. അത് ശരി. പിന്നെ അത് അവനെന്താ അത് അതിൽ ചെയ്ത് ആ പൂജ ചെയ്യുന്ന ലൈറ്റർ എടുത്ത് കത്തിച്ചാ മന്ത്ര അതിന്റെ എന്താ ചെയ്തെന്നറിയില്ല, പെട്ടെന്ന് കത്തി പിടിച്ചാന്ന് തോന്നുന്നു. അതന്നെ, അത് റിയൽ ആയിട്ട് ചെയ്യുന്നതൊക്കെ അവര് കുറച്ച് കാരിക്കേച്ചറിസ്റ്റ് ആയിട്ട് ആനന്ദ് പറഞ്ഞ പോലെ അതിനെ ഒരു കോമഡിക് ഇതാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഫൺ. അത് കത്തിക്കാൻ നോക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തിയാ തോന്നുന്നുണ്ടോ? അത് അതില് ഹൊറർ എലിമെന്റ് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, സിനിമ പോയിട്ട് കണ്ടാലേ മനസ്സിലാവും തോന്നുന്നു. സ്ത്രീ മൂവി ഒക്കെ അല്ലേ, ഒരു ഗ്രാമവും അവിടുത്തെ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ഹൊറർ പരിപാടി അങ്ങനത്തെ എന്തൊക്കെ പരിപാടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അതായത് ഇതില് തുളു ഉണ്ടാ, തുളു ഡയലോഗ്സ് ഇല്ല, തുളു കലർന്ന കന്നഡ ഡയലോഗ്സ് ഉണ്ട്. ഈ ഹൊററിന്റെ രസം എന്ന് വെച്ചാല് ഈ ഹൊറർ കോമഡി എന്ന് പറഞ്ഞ ജോണർ ഉണ്ടല്ലോ, അത് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര രസം. അത് നന്നാവണം കേട്ടോ, അത് വേറെ കാര്യം. ആ ഹൊറർ കോമഡി കാറ്റഗറിയിലേക്കാണോ അവർ അതിന്റെ കൂടുതൽ ഹിൻസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, അത് വേറെ കാര്യം. പടം കണ്ട് ആസ്വദിക്കുക എന്ന് തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാൻ തുളു ഉണ്ടെന്ന് ചോദിച്ചത് എന്താ വെച്ചാല് ചില കോമഡി ഐ മീൻ ഇത് രാജ് ഷെട്ടിന്റെ സിനിമയിലൊക്കെ ഇടയ്ക്ക് ഒന്ന് രണ്ട് തുളുവിൽ എന്തെങ്കിലും ഒരു കോമഡി പക്കാ തുളു ആയിട്ട് യൂസ് ചെയ്യുന്നില്ല അത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡബ് ചെയ്തെടുക്കാൻ കുറെ പണിയുണ്ട്, അതാ ലാംഗ്വേജിൽ വരും അത്. അല്ല ഞാൻ പറഞ്ഞത് മറ്റേ എനിക്ക് സ്ത്രീ 1 ഉം 2 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. ഹൊറർ കോമഡിയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു എന്താ പറയാ, മറ്റേ ഫാന്റസിയാണ് കംപ്ലീറ്റ്, പക്ഷെ എന്നാലും നമുക്ക് ഒരു ആ ഗ്രാമത്തിലുള്ള സെറ്റിങ്സ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ പടമായിട്ട് പെട്ടെന്ന് സിങ്ക് ആവും ഇങ്ങനത്തെ സിനിമകളിൽ. അപ്പോ നമ്മുടെ പണ്ടത്തെ ഒരു സിനിമയിലടാ ഈ മുകേഷിന്റെ പകൽപൂരം എന്ന് പറഞ്ഞിട്ടുള്ള, അതും ഇതുപോലെ ഭയങ്കര സ്ലാപ്സ്റ്റിക് കോമഡീസും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പടം ഇങ്ങനെ പറഞ്ഞ് പോയി ഫുള്ള് കോമഡി ആയിരിക്കും. ഇയാളുടെ ഈവൻ എന്താ പറയാ മറ്റേ എനിക്ക് തോന്നുന്നു മുകേഷിന്റെ ഒക്കെ ഈ ഇതുണ്ടോ തോന്നുന്നു, എന്താ പറയാ പഴയ കാല സ്റ്റോറീസ് ഒക്കെ പറയും അതിന്റെ അകത്ത്. അതൊക്കെ ഫുള്ള് കോമഡി മിക്സ് ചെയ്തിട്ടാണ്. നമ്മൾക്ക് ഒരിക്കലും വെറുക്കൂല സിനിമ. ഈവൻ ഫാന്റസിയാണ്, നമ്മള് ഒരിക്കലും നടക്കാൻ സാധ്യത ഇല്ലാത്ത കഥയൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ അതില് കോമഡി ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. മണ്ടൂകലയില് 3-2 ബേഡിയനായിട്ട് മെർജ് ചെയ്യുന്നുണ്ടല്ലേ? അവര് യൂണിവേഴ്സ് ആടാ, മഡോക്ക് യൂണിവേഴ്സ്. അടിപൊളി സീനായിരുന്നു വരുമ്പോ, എക്സ്പെക്ട് ചെയ്യില്ല. അവനല്ലേ മറ്റേ വരുൺ ധവാൻ വരുന്നത്, അവൻ പേടിയല്ലേ ഇതില്. ആൻഡ് എനിക്കൊരു കാര്യം അടിയുള്ള എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ പൊതുവെ കണ്ടുവരുന്നത് ഈ ലാംഗ്വേജിന്റെ മൊഴിമാറ്റം വരുമ്പോ ഈ തമാശ, പ്രത്യേകിച്ച് കോമഡി ജോണർ ആണെങ്കിൽ അത് ഏൽക്കണമെങ്കിൽ കുറച്ച് പാടാണ്. കാരണം ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷണൽ കോമഡി ആയിരിക്കും, ദെൻ അവരുടെ റീജിയണൽ ആയിട്ടുള്ള എലമെന്റ്സ് അതിനകത്ത് ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ സിങ്ക് ആയിക്കോളുന്നില്ല. ഇപ്പൊ ഈവൻ നമുക്കറിയാം, ഇപ്പൊ തമിഴ് ലാംഗ്വേജിൽ നിന്ന് എത്രയോ സിനിമകൾ നമ്മൾ മലയാളം കാണുന്നത് പോലെ ചിലപ്പോൾ അതിലേറെ നമ്മൾ കാണാറുണ്ട്. അവിടെ ഏത് പടത്തിനും അത് ചിലപ്പോൾ തമിഴ് മലയാളം തമ്മിലുള്ള ബന്ധത്തിന്റെയും കൂടി ഒരു ഇതായിരിക്കും കേട്ടോ. ഈവൻ കൾച്ചറൽ ആയിക്കോട്ടെ, ലിംഗ്വിസ്റ്റിക് ആയിക്കോട്ടെ. പക്ഷെ തെലുങ്കിലേക്കും കന്നഡയിലേക്ക് പോകുമ്പോൾ അത്രത്തോളം അല്ല. പക്ഷെ തെലുങ്ക് എന്നുള്ള എനിക്ക് തോന്നുന്നു കന്നഡേനേക്കാൾ മച്ച് മോർ തെലുങ്കാണ് നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ ഈ കോമഡി വരുമ്പോൾ ആ ലാംഗ്വേജിലെ കോമഡികൾ നമുക്ക് പ്രത്യേകിച്ച് മൊഴിമാറ്റം കൂടി ഡബിങ്ങും കൂടി വരുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് കണ്ടറിയേണ്ടി ഇരിക്കുന്നു. പക്ഷെ ഈ ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ടും ഈ പോസിറ്റീവ് റെസ്പോൺസ് പറയുന്നുണ്ടും നമുക്ക് കാത്തിരുന്ന് കാണാം അതെങ്ങനെ ഉണ്ടാവുമെന്ന്. അക്കാര്യത്തിലാണ് എനിക്കൊരു സംശയമുള്ളത്. കാരണം അതിനെ എങ്ങനെ ഇവിടെ ഇപ്പോൾ KGF നമ്മളിവിടെ ഇത്രയും ഒരു ഹിറ്റാവുന്നതിൽ ഒരു റീസൺ എന്ന് വെച്ചാൽ അതിന്റെ ഡബിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടറാണ്. അത് അത്രയും അത് ഒരു 100ക്ക് 100 എത്തിയതുകൊണ്ടാണ് അതിന്റെ ഇമ്പാക്ട് കൂടിയത്. വിഷ്വൽ കൊണ്ടും ബാക്കിയുള്ള എല്ലാം കൊണ്ടും അത് കയറി പിടിച്ചേനെ. പക്ഷെ ആ ഡബിങ് എന്ന് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ.
അപ്പോൾ വോയിസ് ഓവർ എന്ന് പറഞ്ഞത്. അതെ, അതുപോലെ ഇതിന്റെ ആ കോമഡി മാത്രമല്ല, ഈ മൊത്തത്തിൽ കോമഡി മാത്രമല്ല, ഇപ്പൊ സംഭാഷണമാണെങ്കിൽ പോലും അത് അവരുദ്ദേശിച്ച ആ സെൻസ്, ഇപ്പൊ ഒരു ലാംഗ്വേജിൽ ഒരു കാര്യം പറയുന്നതിന് ചിലപ്പോൾ ഒരു ശൈലികളിലൊക്കെ വരുന്ന സാധനം പോലെ നമ്മൾ മൊഴി മാറ്റുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് ഡയലോഗ് പ്ലാസ്റ്റിക് ആയി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആവിഷ്കാരം എങ്ങനെയുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ടതാണ്. ആൻഡ് വൺ മോർ തിങ്, നമ്മളിപ്പോ കന്നഡ ഫിലിം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ KGF, കാന്താര, ചാർലി ഇതിങ്ങനെയുള്ള മൂവികളൊക്കെ ശരിക്കും ഒരു ആവറേജ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ. അല്ലാത്ത മൂവീസ് ഒന്ന് 4 മൂവീസിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുന്നവരുണ്ടാവില്ല എന്നല്ല, പക്ഷെ കളക്റ്റീവ്ലി കോമൺലി എല്ലാവർക്കും അത്രത്തോളം അറിഞ്ഞോളന്നില്ല. അപ്പൊ അത് ആ ഒരു അവസ്ഥ മാറിയിട്ട് ഇപ്പൊ ഈവൻ തമിഴ് പടമാണ് പറയണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ആ തമിഴ് പടം അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് പറയും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കന്നഡേന്റെ മൂവീസും കൂടി വരട്ടെ എന്ന് വിചാരിക്കുന്നു. അതെ, ഈ എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് വരട്ടെ, എന്നാൽ പിന്നെ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ സിനിമ സക്സസ് ഇതെല്ലാം കിട്ടും. ഈ ഭാഷയുടെ സംഭവം പറഞ്ഞല്ലോ, അത് ഈ ആക്ഷൻ മൂവീസിന് ഭാഷയുടെ മെട്രിക്ക് വരുന്നില്ല, പക്ഷേ ഈ കോമഡി മൂവീസിന് കറക്റ്റ് ഒബ്സർവേഷൻ, ആ മീറ്റർ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഏൽക്കൂല, പക്ക പ്ലാസ്റ്റിക് ആയി പോകും. പക്ഷേ എനിക്ക് ഒരു ഗുഡ് പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇപ്പം 3 എന്താ പറയുക ഭാഷാ വ്യതിയാനങ്ങളുണ്ട്, വളരെ ബേസിക് ആയിട്ട് പറയുമ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിനും ഓരോരോ വ്യതിയാനങ്ങളുണ്ട്. പക്ഷേ ഉത്തർ കർണാടക, കോസ്റ്റൽ കർണാടക, പിന്നെ ഈ ബാംഗ്ലൂർ ഭാഗം, ഈ ഒരു അർബനൈസ്ഡ് ദക്ഷിണ കന്നഡ. അപ്പോൾ ഈ ഭാഷയിൽ ഉത്തർ കർണാടക കോമഡി നമുക്ക് ബൗൺസായി പോകും, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഒരു കുറച്ചൊരു എഗ്രസീവ് ആയിട്ടുള്ളൊരു ഭാഷയാണ്. അപ്പോൾ അതിലെ കോമഡി നമുക്ക് പെട്ടെന്ന് കത്തണമെന്നുമില്ല നമ്മൾ മലയാളികൾക്ക്. ഈ കോസ്റ്റൽ കർണാടകയുടെ ഗുണം എന്താണെന്നറിയോ, ഈ ഉടുപ്പി, മംഗലാപുരം, ഈ സൈഡ് തുളുനാട് ഭാഗത്ത് തുളു എന്ന് പറഞ്ഞ ഭാഷയും മലയാളത്തിൻ്റെ ഗ്രാമാറ്റിക്കൽ മെട്രിക്കും ഓൾമോസ്റ്റ് സെയിമാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ ട്യൂണാണെങ്കിലും ശരി, ആ താളാണെങ്കിലും ശരി, ഋതമാണെങ്കിലും ആ ഒരു മെട്രിക്ക് തുളുവുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് മാത്രമല്ല, ഇത് ഈവൻ കൾച്ചർ, തുളുനാടു, അതെ, പിന്നെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ആ റീജിയൻ ഓൾമോസ്റ്റ് കൾച്ചർ സെയിം ആണ്. കറക്റ്റ്. നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന സംഭവങ്ങളും പിന്നെ ഭക്ഷണ രീതി എസ്പെഷ്യലി, പിന്നെ ഫിഷ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, പിന്നെ ഡയറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഈ തുളു ഭാഷയിൽ പറയുന്ന തുളു ഭാഷയുടെ എന്താ പറയുക ഒരു ചായ്വ് കിട്ടിയ കന്നഡയാണ് ഈ ഭാഗത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. തുളു കലർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് അല്ല, ആ ഒരു ശ്രേണി ഉണ്ടാവും, ഒരു സ്ലാങ് ഉണ്ടാവും. കറക്റ്റ് വേർഡ് കിട്ടാതെ എത്ര നേരമായി എന്നറിയാം മെനക്കെടുന്ന്. അപ്പോൾ ആ തുളു സ്ലാങ് ഉള്ള കന്നഡയാണ് ഒരു സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ലാസ്റ്റ് സീനിൽ ആ വണ്ടി ഒന്ന് സൈഡാക്കിയതാന്നുള്ളത് അത് ശരിക്കും ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് കന്നഡയിൽ പറയുന്നത്. അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലും. ഞാനൊന്ന് സൈഡ്, അത് കുറച്ച് സൈഡ് അധികമായി പോയില്ലേ എന്ന് ചോദിക്കുന്നില്ല. അത് നല്ല ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പണ്ടൊരു കന്നഡ സിനിമയ്ക്ക് പറഞ്ഞിട്ട് മാറ്റിയത് വല്ലാതെ ഓർക്കുന്നു. ആനന്ദ് ഒരു കന്നഡ മൂവിയിൽ, ആനന്ദ് മാത്രമല്ല ആനന്ദും വിഘ്നേഷും ഒരു ഫേമസ് കന്നഡ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ കൊല്ലം റിലീസ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമയുടെ പേര് നമ്മൾ റിവീൽ ചെയ്യുന്നില്ലല്ലോ അല്ലേ? അത് നമുക്ക് കുറച്ച് വേറൊരു വീഡിയോയിൽ റിവീൽ ചെയ്യാം. എടാ, നീ ലാംഗ്വേജ് സിമിലാരിറ്റി പറഞ്ഞിട്ടില്ല, അതി തുളു മലയാളം ഒക്കെ, നീ തുളു സ്ക്രിപ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാ. തുളു സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് അടിച്ചു നോക്കാം, ഇതിൽ ലൈവിൽ തന്നെ അടിച്ചു നോക്കാം. തുളു സ്ക്രിപ്റ്റ് ഇപ്പൊ അത് അടിക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് കന്നഡ പടം തിയേറ്ററിൽ പോയി കണ്ട് 1990 തോന്നുന്നുണ്ട്. അലവൈകുണ്ഠപുരമായിരുന്നോ കന്നഡയിൽ പോയി കണ്ടത്? മാമാ അലവൈകുണ്ഠപുരം തെലുങ്കാണ്, പക്ഷെ നമ്മള് കന്നഡ വർഷം അല്ല കണ്ടതിന്റെ. മലയാളം പോലെ തന്നെയാ. ഇതെല്ലാം മലയാളമാണല്ലോ. വിഘ്നേഷ്, നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി തുളുവിലേക്ക് അങ്ങോട്ട് മാറ്റിയാലോ? അതെ, ഞാൻ പറയുന്നത് തന്നെ, തുളുവും മലയാളം ചേർന്നിട്ട് ഒരു സിനിമ വരണം. ഇവിടെ ഇപ്പൊ നമ്മളെ ഈ പാനലിൽ ഒരു ഡിഫറൻസ് എന്താ അറിയോ? എനിക്ക് മലയാളം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, തുളു ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് മലയാളം വായിക്കാൻ പറ്റും, കുറച്ച് തുളുവും വായിക്കാൻ പറ്റും. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. നീ റിവൈൻഡ് ചെയ്ത് കേട്ടോക്ക്. ഓക്കെ, കന്നഡ പ്രേക്ഷകർ ഈ പടം ഏറ്റെടുത്ത പോലെ മലയാളി ഓഡിയൻസ് ഇത് ഏറ്റെടുക്കട്ടെ. ഇതൊരു നല്ല സക്സസ് ആവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളത്തിൽ ഈ ക്യാരക്ടറില്ലേ, ഇത് നോക്കി വെച്ചോ, പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ
ഞാൻ ഒരു കന്നഡ സിനിമയും വിടാറില്ല. ഞാൻ ഒരുവിധം എല്ലാ കന്നഡ സിനിമയും ഒരു സമയത്തിന് ശേഷം 2018 ശേഷം ഒരുവിധം എല്ലാ കന്നഡ സിനിമയും കാണാറുണ്ട്. അതിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും എല്ലാ സ്റ്റേറ്റിലും ഉള്ളതുപോലെ തന്നെ തനതായിട്ടുള്ള കന്നഡ കൾച്ചർ കാണാൻ ഭയങ്കര രസമാണ് ആക്ച്വലി. അവരെ ഉഗാദി അങ്ങനത്തെ ഓരോ ഫെസ്റ്റിവൽസ്, പിന്നെ ഓരോ സ്മോൾ റിച്വൽസ്, ഇതെല്ലാം ശരിക്കും ഭയങ്കര രസമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാസ് മസാല ഇമിറ്റേഷൻ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ തമിഴിലാണെങ്കിൽ മാസ് മസാല ഉണ്ടെങ്കിലും നമുക്ക് തമിഴിൻ്റെ ഒത്തൻറ്റിക് ചില സിനിമകൾ കാണാൻ പറ്റും. അവരെങ്ങനെയാണ് അതിൻ്റെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയാണ് റിച്വൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ തനതായിട്ടുള്ള കന്നഡ റിച്വൽസ്, കന്നഡ ഫെസ്റ്റിവൽസ്, ഇതൊന്നും നമുക്ക് കാണാനുള്ള സാഹചര്യം വളരെ റെയറായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡേനെ ട്രൂ ആയിട്ട് പോർട്രേ ചെയ്യുന്നത്. ഇത് ശരിക്കും വിജയിക്കണം. കാരണം ഇതിലൂടെ ആ ഒരു ഒത്തൻറ്റിക് കന്നഡ സിനിമയുടെ ഒരു ഗ്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ സിനിമകൾ വരട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു ബെൽറ്റ്, മാംഗ്ലൂർ ബെൽറ്റിലുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട്. രാജ്ബി ഷെട്ടി, ഋഷഭ് ഷെട്ടി. ഇപ്പോൾ കാന്തര ഏത് ലെവലിൽ ഉയർന്നു, ഇവരെ ഒരേ ക്ലാനാണ്. രക്ഷിത് ഷെട്ടി, സപ്തസാഗർ ദാച്ചിയല്ലോ, ചാർലി. അപ്പോൾ രക്ഷിത് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി കൈകാര്യം ചെയ്യുന്നു, ഋഷഭ് വേറൊരു കാറ്റഗറി കൈകാര്യം ചെയ്യുന്നു, രാജ്ബി ഷെട്ടിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ ഇനിയും വരട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പി. ആക്ച്വലി സിനിമ തിയേറ്ററിൽ ഞാൻ പോയ സമയത്ത് ഫസ്റ്റ് 2 റോ കാലി ഉണ്ടായിരുന്നു. ഇപ്പം ഒറ്റ സീറ്റും ഇല്ല. പക്ഷേ ഫുൾ ജനം ചിരിച്ചു മരിക്കുകയായിരുന്നു ഈ സിനിമ കണ്ട സമയത്ത്. അതും ശരിക്കും എന്താ പറയുക, ജെനുവിനായിട്ട് ചിരിച്ച് മണ്ണ് തപ്പാന്ന് പറയില്ലേ, ആ ലെവല്. ലാസ്റ്റ് എൻഡിങ് നോട്ട് വരെ ചിരിയായിരുന്നു. അപ്പം അത്രയും കന്നഡ ഓഡിയൻസ് സന്തോഷിച്ച് കണ്ടതിൽ ഞാൻ ജെനുവിൻലി ഹാപ്പിയാണ്. കാരണം ആരും ക്ഷണിച്ചിട്ടില്ല. എടാ ഇതിൻ്റെ ഒരു സോങ് ഹിറ്റായിട്ടില്ല. ഈ ട്രെയിലർ കണ്ടപ്പോൾ ഞാനതാ പറയാൻ വരുന്നത്. ഭയങ്കര വാവ് എന്ന് പറയാനുള്ള സംഭവം ഇല്ല ഇതിൻ്റെ അകത്ത്. പക്ഷേ ട്രെയിലർ ഹിറ്റായിട്ടില്ല, സോങ് ഹിറ്റായിട്ടില്ല, ഒരു സാധനവും ഹിറ്റായിട്ടില്ല. 25-ാം തീയതി സിനിമ റിലീസ്, 26-ന് കുറച്ച് റഷ്, 27 ഇന്ന് ടിക്കറ്റ് കിട്ടാനില്ല. ഫാമിലി ഇത് അറിഞ്ഞോർ കയറി വരികയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. തിയേറ്റർ കിട്ടാനില്ല. പണ്ട് പറയല്ലേ വേറെ ലാംഗ്വേജുകൾ വന്ന് കന്നഡ സിനിമയ്ക്ക് തിയേറ്ററുകൾ കിട്ടാറില്ല എന്ന്. ഇന്ന് കന്നഡ സിനിമ കാണാൻ തിയേറ്റർ തികയുന്നില്ല. അത്രയും സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇതിൻ്റെ കഥകളും ഒന്നും ക്യാരക്ടറും എനിക്ക് വെമ്പീറ്റ് പാടില്ല. കുറേ കോമഡി സംഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഷെയർ ചെയ്യാം. പക്ഷേ നമ്മളെല്ലാവരും പടം കണ്ടതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യും. ഇതിന്റെ റിവ്യൂ ചെയ്യാം നമുക്ക്. അനാലിസിസ് അല്ല, വെറുതെ നമുക്കൊന്ന് ഇത് കണ്ടതിന് ശേഷം നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. കാരണം അത്രയും സ്റ്റഫ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു ചെറിയ ന്യൂആൻസസ് ഉണ്ടല്ലോ. അതായത് ഞാൻ കന്നഡ സിനിമയിൽ കണ്ടൊരു ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറയാതെ തന്നെ എക്സ്പ്രഷനിൽ മനസ്സിലാവുന്ന സാധനങ്ങൾ വരെ അവർ സ്പൂൺ ഫീഡ് ചെയ്യും. ചില ഫിലിം മേക്കേഴ്സ് നമ്മൾ മനസ്സിൽ പറയുന്നതൊക്കെ ഡയലോഗായിട്ട് തന്നെ ഇതാക്കും. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവമല്ല. വെറും കണ്ണുകൊണ്ടും നോട്ടം കൊണ്ടും അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മളെ എന്താ പറയുക, നമ്മളെ എൻഗേജ്ഡ് ആക്കും. കാരണം നമ്മുടെ ഫുൾ സെൻസസ് അവിടെ ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് അവിടെ എന്താ നടക്കുന്നതെന്നറിയാം. ഈ മൈൻഡ് വോയിസ് കേട്ടാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ലേസി ആവും. നമ്മൾ അത്ര കണ്ട് ഇതിനെ ശ്രദ്ധിക്കില്ല. എന്തായാലും നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടുന്നുണ്ട്, എന്തിനാ നമ്മൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന്. ഇതിൽ വളരെ നോട്ടങ്ങളിലും എക്സ്പ്രഷൻസിലും ഒക്കെയാണ് അങ്ങനത്തെ ഫണ്ണി മൊമെൻറ്റ്സ് വരുന്നത്. എനിക്ക് ഒന്നും റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ഹൊറർ കോമഡി ആണോ അറിയില്ല, വെറും കോമഡി ആണോ അതും അറിയില്ല, ഇനി മണിച്ചിത്രത്താഴ് പോലെ സയൻറ്റിഫിക് കോമഡി ആണോ അതും അറിയില്ല. എല്ലാം നിങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചർച്ച ചെയ്യാം. പക്ഷേ അടിപൊളി സാധനം. ഇത് മലയാളത്തിലും വമ്പൻ ഹിറ്റാവട്ടെ. ഇതിൻ്റെ മേക്കേഴ്സിനും ഇതിൻ്റെ ക്രൂവിനും നല്ലൊരു എന്താ പറയുക, നല്ല ഫിനാൻഷ്യലി നന്നായിട്ടൊന്ന് റവന്യൂ വരട്ടെ. എന്നാലേ ഇനിയും ഇങ്ങനത്തെ കോണ്ടൻസുകൾ വരുള്ളൂ. സോ വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ടീം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Hope you guys have enjoyed the video. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Yeah.